നമ്മുടെ കൂട്ടുകാർ ഏറ്റവും കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു ലഡാക്കിൽ ഏതൊക്കെ സമയം പോകാം, ഒപ്പം ഏതൊക്കെ പാസുകളാണ് ലഡാക്കിലേക്ക് ചെല്ലാൻ ആവശ്യം, ഏതൊക്കെ ബൈക്കുകളിൽ ലഡാക്കിൽ ചെല്ലാം. ഈ 3 ക്വസ്റ്റ്യനുള്ള ആൻസറാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, റൈഡർ സ്ലീറ്റ് ബോയ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ലഡാക്ക് യാത്ര പോകുന്നവർക്ക് വേണ്ടി മാത്രമായാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് കൂട്ടുകാർ ഇൻസ്റ്റയിലൂടെയും വാട്സാപ്പിലൂടെയും ടിക്ടോക്കിലൂടെയൊക്കെ ചോദിച്ച ഒത്തിരി ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുകയാണ്. ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഏതൊക്കെ വാഹനങ്ങളിൽ ലഡാക്ക് യാത്ര പോകാം എന്നതാണ്. കാൽനടയായി തുടങ്ങി വിമാനമാർഗം വരെ ഉപയോഗിച്ച് ലഡാക്ക് യാത്ര ചെയ്തു വരുന്നവരുണ്ട്. അതിൽ സൈക്കിൾ ഉപയോഗിച്ചും 4 വീലർ ഉപയോഗിച്ചും യാത്ര ചെയ്യുന്നവരുടെ കാര്യം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇതിൽ 2 വീലർ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവരുടെ ഒരു പ്രധാന ഡൗട്ടാണ് ഏതു തരം ബൈക്ക് അല്ലെങ്കിൽ ചെറിയ CC ഉള്ള ബൈക്കുകൾ ഉപയോഗിച്ച് ലഡാക്ക് യാത്ര ചെയ്യാൻ കഴിയുമോ എന്നതാണ്. എൻ്റെ അനുഭവത്തിൽ നിന്നും വ്യക്തമായൊരു കാര്യമാണ്, ഏതുതരം ബൈക്ക് ഉപയോഗിച്ചും നമുക്ക് ഈ യാത്ര പൂർത്തിയാക്കി തിരിച്ചു വരാൻ സാധിക്കും. പക്ഷേ യാത്ര തുടങ്ങുന്നതിന് മുന്നേ വാഹനം കേടുപാടുകൾ തീർത്ത് കണ്ടീഷനാക്കി വെക്കണം. ടയർ, ചെയിൻ സോക്കറ്റ്, അതുപോലെ ബ്രേക്ക് പാഡ് മുതലായ തേയ്മാനം വരുന്ന കാര്യങ്ങൾ 70% മുകളിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതിന് മുകളിൽ ഇല്ല എങ്കിൽ അത് ചേഞ്ച് ചെയ്ത് പുതിയതിട്ടിട്ട് പോവുക. നമ്മുടെ പഴയ സാധനം നമുക്ക് തിരിച്ചു വന്നതിന് ശേഷം അത് വണ്ടിയിൽ വീണ്ടും ഫിറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. ഒരുപക്ഷെ നിങ്ങളുടെ യാത്രയ്ക്ക് മുന്നേ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻ സിറ്റികളിൽ ചെല്ലുമ്പോൾ ഈ തേയ്മാനമുള്ള ഭാഗങ്ങൾ മാറ്റി ചെയ്യണം. ഇല്ലെങ്കിൽ ലഡാക്ക് കയറുന്ന ടൈമിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് നമ്മുടെ യാത്രയിൽ അനുഭവപ്പെടും. മറ്റൊന്നും കണ്ടല്ല, ലഡാക്ക് റീജിയണിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് വളരെ വില കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ കടയും വർക്ക്ഷോപ്പും എല്ലാം വളരെ കുറവാണ്. 20 രൂപയാണ് ഒരു ചായയുടെ വില. അപ്പം ഒരു ടയറിൻ്റെ വില വ്യത്യാസം ഞാൻ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതില്ലല്ലോ. പിന്നെ CC കുറഞ്ഞ വണ്ടികളും CC കൂടിയ വണ്ടികളും തമ്മിൽ കൊണ്ടുപോകുന്നതിൽ ചെറിയൊരു വ്യത്യാസം എന്തെന്നാൽ, CC കൂടിയ വണ്ടികളിൽ പോകുമ്പോൾ 300cc 400cc വണ്ടികളിൽ നമ്മൾ പോകുന്ന ടൈമിൽ നമുക്ക് കയറി പറ്റാനുള്ള പ്രയാസം വളരെ കുറവായിരിക്കും. പക്ഷേ CC കുറഞ്ഞ വണ്ടികളിൽ നമ്മൾ കുറേയും കൂടി എഫേർട്ട് എടുത്തിട്ട് വണ്ടി നമുക്ക് ഓടിക്കേണ്ടതായിട്ട് വരും. അതേ ഉള്ളൂ ഒരു വ്യത്യാസമായിട്ട് വരുന്നത്, അല്ലാതെ അതിൽ പോവായികയൊന്നും ഇല്ല. പിന്നെ മെയിനായിട്ട് FI വണ്ടികളുമായിട്ട് ചെന്നാൽ, ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടികളുമായിട്ട് ചെന്നാൽ നമുക്ക് മിസ്സിങ് എന്ന പ്രശ്നത്തെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയും. കാർബറേറ്റർ വണ്ടികൾ അവിടെ എത്ര കൈ കൊടുത്താലും വണ്ടി കയറാത്തൊരവസ്ഥ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് FI വണ്ടികൾ കൊണ്ടുപോകാൻ പറ്റിയാൽ ഒരു ഗുണമായിരിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ സംശയത്തിലേക്ക് കിടക്കാം. എപ്പോഴൊക്കെയാണ് നമുക്ക് ലഡാക്ക് സന്ദർശിക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും കൂടുതലായി വരുന്ന രണ്ടാമത്തെ സംശയം. ഏപ്രിൽ പകുതിയോടുകൂടിയാണ് അവിടുത്തെ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏപ്രിൽ വരെ വീണ മഞ്ഞുകളെല്ലാം അവിടെ പട്ടാളക്കാർ നീക്കം ചെയ്തതിന് ശേഷമാണ് നമ്മളെ അങ്ങോട്ട് കയറ്റിവിടാൻ അനുവദിക്കുന്നത്. അപ്പം അങ്ങോട്ട് ചെല്ലുമ്പോൾ വീണ്ടും മഞ്ഞു വീഴ്ചയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പം റോഡ് ക്ലോസ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. ഏപ്രിൽ മെയ് ആ ഒരു കാലഘട്ടത്തിലാണ് റോഡ് ഓപ്പൺ ആകുന്നത്. അത് നിങ്ങൾ തിരക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പൺ ആയോ എന്നറിയാൻ പറ്റും. ഓപ്പൺ ആയി കഴിഞ്ഞെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം പോവുക. കാരണം ഓപ്പൺ ആയാൽ ചില സ്ഥലങ്ങളിൽ മഞ്ഞിടിച്ചിലും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വീണ്ടും റോഡ് ക്ലോസ് ആകും. ആ ഒരു കാലയളവിൽ പോകാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ നിങ്ങൾക്ക് അഡ്വഞ്ചറാണോ ഇഷ്ടം, വയസ്സുകെട്ട കൂമ്പാരങ്ങൾക്കിടയിലൂടെ റൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു കാലയളവിൽ പോവുക. പക്ഷേ സമയം നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ കയ്യിൽ വേണം. പിന്നീട് വരുന്ന ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ പകുതി, ഈ കാലയളവിലെല്ലാം നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയും. ഒക്ടോബർ പകുതിയോട് കൂടി ചിലയിടങ്ങളിൽ വീണ്ടും മഞ്ഞ് പെയ്തു തുടങ്ങും. ഈ സെപ്റ്റംബർ, ഒക്ടോബർ കാലയളവിൽ പോയവർക്കൊക്കെയും മഞ്ഞുവീഴ്ച കിട്ടും. ചില സമയങ്ങളിൽ അവിടെ മഞ്ഞുവീഴ്ചയോടുകൂടി മഴ പെയ്യാറുണ്ട്. അപ്പം ഒക്ടോബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും റോഡ് ക്ലോസ് ചെയ്യപ്പെടും. പിന്നീട് അങ്ങോട്ട് ബൈക്കുകളെ അനുവദിക്കുന്നതല്ല. ഞങ്ങൾ ലഡാക്കിലെത്തിയ സമയം സെപ്റ്റംബർ പകുതിയോടുകൂടിയാണ് ഞങ്ങൾ ലഡാക്കിലെത്തിയത്. ഏതാണ്ട് ഒക്ടോബർ ആദ്യം വരെ ഞങ്ങൾ ലഡാക്കിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിലൊക്കെ ഞങ്ങൾക്ക് മഞ്ഞുവീഴ്ച 1-2 സ്ഥലങ്ങളിൽ കിട്ടുകയും ആ വീഡിയോ എല്ലാം ഞാൻ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആഗസ്റ്റ്, സെപ്റ്റംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കളുടെ കാലമാണ്. ശ്രീനഗർ, ജമ്മു അവിടെയൊക്കെ പിന്നെ ഫുള്ള് പൂന്തോട്ടങ്ങളാണ്.
അപ്പം ആ പൂന്തോട്ടങ്ങൾ ഫോട്ടോയൊക്കെ എടുക്കാൻ ആഗ്രഹമുള്ളൊരു ആഗസ്റ്റ് സെപ്റ്റംബർ കാലയളവിലേക്ക് പോവുക. ആ സമയം അവിടെ നല്ല രീതിയിലുള്ള പൂന്തോട്ടങ്ങളും അതുപോലെ ചിന്നാർ മലങ്ങളുടെ തോട്ടങ്ങളും ഒരുപാട് കാണാൻ കഴിയും. പിന്നെ ഒക്ടോബറോട് കൂടി മഞ്ഞ് വീഴ്ച തുടങ്ങിക്കഴിഞ്ഞാൽ ഒക്ടോബർ പകുതിയോടുകൂടി റോഡ് മുഴുവൻ മഞ്ഞാൽ നിറയും. പിന്നീട് അതുവഴി വണ്ടികൾ കടത്തിവിടില്ല. അങ്ങനെ ആ ഒക്ടോബർ കഴിയുമ്പം ആ റോഡ് ക്ലോസ് ചെയ്യപ്പെടും. പിന്നെ നമ്മൾ പറഞ്ഞ കാലയളവിൽ ചിലപ്പം സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. അത് മഞ്ഞ് വീഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ സീസണും അവിടുത്തെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെ തീരുമാനിക്കുന്നത്. ബൈക്കുമായി ആ ഒരു കാലയളവിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മണാലിയിൽ ചെന്നിട്ട് തിരിച്ചു വരേണ്ടി വരും. റോത്തം പാസ് കയറാൻ കഴിയുകയില്ല. ഇനി ഈ യാത്ര പ്ലാൻ ചെയ്യുന്നവരുടെ പ്രധാന ഒരു സംശയമാണ് അവിടേക്ക് ചെല്ലാൻ എത്ര പെർമിറ്റ് വേണം, ആ പെർമിറ്റൊക്കെ എവിടുന്ന് ലഭിക്കുമെന്നുള്ളത്. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എന്തൊക്കെ പെർമിറ്റാണ് നമുക്ക് അവിടെ ചെല്ലാൻ ആവശ്യമായിട്ടുള്ളത്? നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യുന്ന സമയത്തെ നമുക്ക് വേണമെങ്കിൽ ലഡാക്ക് ഇന്നർ ലൈൻ പെർമിറ്റ് നമുക്ക് എടുത്തു വയ്ക്കാം. പക്ഷേ നമ്മൾ ലഡാക്ക് എത്തുന്ന സമയം നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ വഴിയിൽ എന്തെങ്കിലുമൊക്കെ ചില താമസം കൊണ്ട് ചിലപ്പോൾ 1-2 ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വരും. അപ്പം ഞങ്ങൾ ലഡാക്കിൽ 7 ദിവസത്തെ പെർമിറ്റാണ് എടുത്തത്. അപ്പം ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്തിൽ എത്ര ദിവസം നമുക്ക് ലഡാക്കിൽ നിൽക്കാൻ കഴിയും, അവിടെ എവിടെയൊക്കെ സ്ഥലങ്ങൾ പോകണം എന്നുള്ളതിന് ഒരു ഐഡിയ നമ്മൾ ആദ്യം ഉണ്ടാക്കുക. അതിനുശേഷം അത് വെച്ചിട്ട് പെർമിറ്റ് എടുക്കുക. നമ്മൾ പോകുന്നതിന് മുമ്പേ അവിടുത്തെ എത്തുന്ന സമയം ഒരു ഏകദേശം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1-2 ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി നമുക്ക് ഇവിടുന്ന് തന്നെ ഓൺലൈനായിട്ട് നമുക്ക് പെർമിറ്റിന് അപേക്ഷിച്ച് പെർമിറ്റ് എടുക്കാൻ കഴിയും. അത് ഓൺലൈൻ വഴി എടുക്കുന്നതാണ്. ഏകദേശം ഒരാഴ്ചത്തിന് 520 രൂപയാണ് അവിടുത്തെ പെർമിറ്റിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ ഇവിടുന്ന് നമ്മൾ ഓൺലൈനായിട്ട് പെർമിറ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ കോപ്പി നമ്മൾ അവിടെ ചെന്ന് അവിടുത്തെ ഓഫീസിൽ കൊണ്ടുപോയി സ്റ്റാമ്പ് ചെയ്ത് സീല് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ ചെല്ലാൻ കഴിയത്തുള്ളൂ. അവിടെ ചെല്ലുമ്പം പാങ്കോങ് ലേക്ക്, നുബ്ര വാലി, തിസോമുരി ഇവിടെയൊക്കെ കയറാനായിട്ട് സെപ്പറേറ്റ് പെർമിറ്റ് വേണം. അപ്പം ആ പെർമിറ്റുകളെല്ലാം തന്നെ അവിടുത്തെ ഒരു ഓഫീസുകളിൽ കാണിച്ചാൽ മാത്രമേ, അവിടുത്തെ ചെക്ക് പോസ്റ്റുകളിൽ കാണിച്ചാൽ മാത്രമേ നമ്മളെ മുന്നോട്ട് കയറ്റിവിടത്തുള്ളൂ. പാങ്കോങ്ങിൽ കയറാൻ പാങ്കോങ്ങിൻ്റെ പെർമിറ്റ്, അതുപോലെ തിസോമുരിയിൽ കയറാൻ തിസോമുരിയുടേത്, പിന്നെ അവിടുത്തെ നുബ്ര വാലിയിൽ ചെല്ലുമ്പോൾ നുബ്ര വാലിയുടെ ചെക്ക് പോസ്റ്റിൽ നുബ്ര വാലിയുടെ പെർമിറ്റ്, അതിൻ്റെ എല്ലാം കോപ്പി 2-3 എണ്ണം എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ചേക്കണം. പോകുന്ന വഴിയെല്ലാം ചിലപ്പം നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് ഓൺലൈനായിട്ടാണ് പെർമിറ്റ് എടുത്തത് എങ്കിലും നമ്മൾ അവിടെ പോയി സീലിവിങ് വെക്കണം. അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് പെർമിറ്റ് എടുത്ത് അവിടുന്ന് സീൽ ചെയ്തും പോകാൻ കഴിയും. ഇങ്ങനെ 2 രീതിയിലാണ് ലഡാക്ക് ഇന്നർ ലൈൻ പെർമിറ്റ് എടുക്കാൻ കഴിയുന്നത്. നമ്മൾ മണാലി വഴിയാണ് ലഡാക്കിലേക്ക് ചെല്ലുന്നതെങ്കിൽ ഈ പെർമിറ്റ് കൂടാതെ മറ്റൊരു പെർമിറ്റ് കൂടി മണാലിയുടെ ഒരു പെർമിറ്റ് കൂടി എടുക്കേണ്ടതായിട്ടുണ്ട്. അത് മണാലിയിൽ നിന്നും എടുക്കുക. അതിനുശേഷം ലഡാക്കിലേക്ക് ചെന്നിട്ട് പിന്നീട് ഈ പെർമിറ്റ് വീണ്ടും എടുക്കുക. എന്നാൽ മാത്രമേ ലഡാക്ക് ഇന്നർ ലൈൻ പെർമിറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് ലഡാക്കിൻ്റെ അകത്തെ സ്ഥലങ്ങൾ കാണാനും എക്സ്പ്ലോർ ചെയ്യാനും പറ്റത്തുള്ളൂ. ഇത്രയുമാണ് ലഡാക്ക് പെർമിറ്റിനെ പറ്റി പറയാനുള്ളത്. നമ്മുടെ കൂട്ടുകാർ ഏറ്റവും കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു, ലഡാക്കിൽ ഏതൊക്കെ സമയം പോകാം, ഒപ്പം ഏതൊക്കെ പാസുകളാണ് ലഡാക്കിലേക്ക് ചെല്ലാൻ ആവശ്യം, ഏതൊക്കെ ബൈക്കുകളിൽ ലഡാക്കിൽ ചെല്ലാം. ഈ 3 ക്വസ്റ്റ്യനുള്ള ആൻസറാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നത്. എൻ്റെ അവതരണ ശൈലി എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കമൻറ്റിലൂടെ അത് നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പം അത് മാറ്റം ചെയ്യണമെങ്കിൽ ഉറപ്പായും ആ കമൻറ്റ് വായിച്ചിട്ട് ഞാൻ മാറ്റുന്നതായിരിക്കും. മാത്രമല്ല, നിങ്ങൾക്ക് ലഡാക്കിനെ പറ്റി എന്ത് സംശയമുണ്ടെങ്കിലും ധൈര്യമായി കമൻറ്റ് ചെയ്യാം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ ആയി ഈ ചാനലിലൂടെ ചെയ്തിടും. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരാരെങ്കിലും ലഡാക്ക് ട്രിപ്പ് ചെയ്യാനായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ചാനലും നമ്മുടെ വീഡിയോയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് അതൊരു ഉപകാരപ്രദമായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ. അപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ.